ഹായ് ഓൾ, വെൽക്കം ടു മോഡ്ലസ്. നമ്മൾ SCERT സീരീസിൽ നിന്ന് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 11ാമത്തെ ചാപ്റ്റർ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എക്കണോമിക്സിൽ വരുന്നൊരു സിലബസിലെ കുറച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നൊരു ചാപ്റ്ററാണ്. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്, എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ആസൂത്രണം സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിന് സാമ്പത്തികമായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വിഭവങ്ങളെ വിനിയോഗിക്കുന്നതിനുള്ള ആ ഒരു പ്ലാനിങ് ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ദാദാഭായ് നവറോജി ഇന്ത്യയിലെ സ്വത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നതിനെ സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചി സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പോൾ 1931 INC സമ്മേളനം നടക്കുന്നത് കറാച്ചിയിൽ വെച്ചിട്ടാണ്. ഇവിടെ ആണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ വികസന മുരടിപ്പ് ബ്രിട്ടീഷുകാരുടെ ചൂഷണവുമായിട്ടൊക്കെ കണക്ട് ചെയ്ത കാര്യങ്ങൾ ഡിസ്കഷൻ വന്നത്. ഇതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1938 ദേശീയ ആസൂത്രണ സമിതി അഥവാ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു എന്നാണ്. 1938 നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ സമിതി. അതിനുശേഷം 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ഇതാണ് ബോംബെ പദ്ധതി. 1944 ബോംബെ പദ്ധതി. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ MN റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി MN റോയ്. ഇത് ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകിയ ഒരു പദ്ധതിയാണ്. ദെൻ 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ തൊട്ടടുത്ത വർഷം സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകി. അപ്പം സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ വ്യാവസായിക നയം 1948 നിലവിൽ വന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. അപ്പൊ ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്? വിശ്വേശ്വരയ്യ ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് വിശ്വേശ്വരയ്യ ആണ്. അപ്പം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിശ്വേശ്വരയ്യ ആണ് പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന ബുക്ക് രചിച്ചിരിക്കുന്നത്. ദെൻ 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. ദെൻ 1938 എന്താണ് വന്നത്? ദേശീയ ആസൂത്രണ സമിതിയാണ്. രണ്ടും തമ്മിൽ മാറിപ്പോവാണ്ടിരിക്കുക. ഇനി ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം എന്നിങ്ങനെ നമുക്ക് ഷോർട്ടായിട്ട് പറയാം. അപ്പൊ എന്തൊക്കെയാണ്? തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ഗ്രോത്ത് അഥവാ വളർച്ച. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനമാണ് വളർച്ച അഥവാ ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമ്പദ്ഘടനയിലെ പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നീ മേഖലകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഈ മേഖലകളിലെ ഉൽപാദന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച കണക്കാക്കുന്നത്. കാർഷിക വ്യാവസായിക മേഖലകളിലെ ഉൽപാദന വർധനവ്, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ, ആശുപത്രികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഊർജോൽപാദനം, കയറ്റുമതി മുതലായവയിലുള്ള വർധനവ് തുടങ്ങിയവയിൽ ഉൾപ്പെടും. അപ്പൊ മൊത്തത്തിൽ ഒരു രാജ്യത്തിൽ ഉണ്ടാവുന്ന എല്ലാ മേഖലകളിലും ഉണ്ടാവുന്ന ഒരു വർധനവാണ് വളർച്ച അഥവാ ഗ്രോത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആസൂത്രണത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണ് ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ. ഈ രണ്ട് പിക്ചേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നെങ്കിൽ ഫസ്റ്റ് പിക്ചറിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ പിക്ചറിൽ
അവിടെ യന്ത്രത്തിന്റെ ഉപയോഗം വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? കുറച്ചും കൂടി എഫിഷ്യന്റും ആയി, നമുക്ക് സമയം ലഘൂകരിച്ചു, അതുപോലെ തന്നെ അധ്വാനവും ലഘൂകരിക്കാൻ സാധിച്ചു. ഇത് തന്നെയാണ് നമ്മൾ ആധുനികവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത് ഉൽപാദന വർധനവിനും മനുഷ്യ പ്രയത്നത്തിന് ലഘൂകരണത്തിനും കാരണമായി. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം. സോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ പ്രയത്നം ലഘൂകരിച്ചുകൊണ്ടുള്ള ആ ഒരു ഉൽപാദന രീതിയാണ് മോഡേണൈസേഷൻ കൊണ്ട് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ആധുനികവൽക്കരണം ചരക്കു നീക്കവും യാത്രയും വേഗത്തിലാക്കി. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചതോടുകൂടി കുറച്ചും കൂടി ട്രാൻസ്പോർട്ടേഷനും ഈസിയായി. ഇതിലൂടെ സാമ്പത്തിക നേട്ടവും ഉണ്ടായി, സമയലാഭവും നമുക്ക് ലഭിച്ചു. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിക്കുന്നതിനും ഗവൺമെന്റ് സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉപകരിച്ചു. അപ്പൊ ഈ ഒരു മോഡേണൈസേഷൻ നമുക്ക് പല രീതിയിലാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. ആധുനികവൽക്കരണം എന്ന് പറയുന്നത് നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല, സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം കൂടിയാണ് അല്ലെ. അപ്പൊ മോഡേണൈസ് ആവുക എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചു ടെക്നോളജിക്കലി ഉണ്ടായ മാറ്റം മാത്രമല്ല, പകരം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലും കൂടി ഒരു അപ്ഗ്രേഡ് സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മോഡേണൈസ്ഡ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷിതത്വം, പുതിയ സാമൂഹിക മാറ്റങ്ങൾ അല്ലെ, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും മോഡേണൈസേഷനായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ്. ഇതിന് ബേസിക് ആയിട്ടൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ വീട്ടിലൊരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറെ അധികം പച്ചക്കറികൾ വാങ്ങുന്നത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്കൊരു സെൽഫ് റിലയൻസ് ഉണ്ടാകുന്നുണ്ട്. അവിടെ നമുക്ക് ഒരുപാട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ത് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. സോ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജോൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാകും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ മാക്സിമം നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തമായി തന്നെ ചെയ്യുന്ന ഈ ഒരു വ്യവസ്ഥിതിയാണ് സ്വാശ്രയത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തൊരു ലക്ഷ്യമാണ് തുല്യത അഥവാ ഇക്വിറ്റി. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇതെല്ലാം ഒരു വ്യക്തിക്ക് ബേസിക് ആയിട്ടൊരു ഡീസന്റ് ലൈഫ് ലീഡ് ചെയ്യാനുള്ള ആവശ്യമുള്ള അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം. ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും. നമ്മൾ പറഞ്ഞു 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷൻ രൂപം നൽകി എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. അപ്പൊ ഇതിനൊരു പ്രധാനമന്ത്രി അധ്യക്ഷനായിരിക്കും, ദെൻ ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. അത് കൂടാതെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്നതാണ് ആസൂത്രണ കമ്മീഷൻ. സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പൊ ഇന്ത്യ ഈ ആസൂത്രണ കമ്മീഷൻ എന്ന മോഡൽ എവിടെ നിന്നാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ USSR നിന്നാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ തീരുമാനിച്ചത്. അപ്പം പഞ്ചവത്സര പദ്ധതികളായാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത്. അപ്പം നമുക്കറിയാം 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ആസൂത്രണ കമ്മീഷൻ വന്നതിന് ശേഷം അവർ പ്ലാൻ ചെയ്ത് വരുത്തിയതാണ് ഈ ഒരു 5 ഇയർ പ്ലാൻസ്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം. ഒരു കോട്ട് നോക്കാം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. നെഹ്റു ഭക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു വാചകമാണിത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അനുബന്ധ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കപ്പെട്ടത് ഏത് 5 ഇയർ പ്ലാനിന്റെ സമയത്താണെന്ന് ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിലെ നെഹ്റുവിന്റെ വാക്കുകളാണ് ഈ ഒരു കോഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്.
അപ്പം ഇത് അണക്കെട്ടുകൾക്ക് നമ്മുടെ വികസനത്തിന് എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഈ ഒരു സെന്റൻസിൽ നിന്ന്. ദെൻ 1951-56 കാലഘട്ടത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ നടപ്പിലാക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കാം. ദെൻ 56-61 രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. ദെൻ 61-66 മൂന്നാം പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകി. അപ്പം ആദ്യത്തെ 3 പദ്ധതികൾ എന്തിനൊക്കെ പ്രാധാന്യം കൊടുത്തു? ഫസ്റ്റ് വൺ കൃഷിക്കായിരുന്നു, സെക്കൻഡ് വ്യവസായം, തേർഡ് ഭക്ഷ്യ സ്വയം പര്യാപ്തത. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്ന ഒരു മാറ്റം സംഭവിക്കുന്നത്. 1960 മുതൽ 70 വരെയുള്ള ഒന്നാം ഘട്ടത്തിലും 70 മുതൽ 80 വരെയുള്ള രണ്ടാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്തെ ഈ മാറ്റമാണ് ഹരിത വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം 2 ഘട്ടമായിട്ടായിരുന്നു ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്നത്. 60 to 70, 70 to 80. എന്താണ് ഹരിത വിപ്ലവം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം ഇവയൊക്കെ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം. ഇതിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ്, അപ്പൊ പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന വിളകൾ നെല്ലും ഗോതമ്പും ആയിരുന്നു. ഹരിത വിപ്ലവം പോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും അവയുടെ വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ധവള വിപ്ലവവും ഇന്ത്യയിൽ വൻ വിജയം നേടി. മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നീല വിപ്ലവം. അപ്പം നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യത്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ വന്നതിന് ശേഷം അവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് 5 ഇയർ പ്ലാൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട 5 ഇയർ പ്ലാൻസും അതിന്റെ കാലഘട്ടവും പ്രധാന ലക്ഷ്യവുമാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്താണ് മിക്കവാറും PSC പരീക്ഷകളിൽ 5 ഇയർ പ്ലാൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പം ഇതൊന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി 51-56 കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ രണ്ടാമത്തേത് 56-61 വ്യാവസായിക വികസനം. മൂന്നാമത്തേത് 61-66 ഭക്ഷ്യ സ്വയം പര്യാപ്തത. ദെൻ അതുകൂടാതെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ദെൻ നാലാമത്തേത് 69. അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. 66 ശേഷം 69 അപ്പൊ ഒരു 3 years ഇവിടെ നമുക്ക് ഗ്യാപ്പ് വന്നു. അതിന് ശേഷമാണ് നാലാമത്തേത് 69-74 സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവുമാണ് ലക്ഷ്യം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74-79 കാലഘട്ടത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യമൊക്കെ ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടത് ഈ ഒരു 5 ഇയർ പ്ലാന്റെ സമയത്തായിരുന്നു. ആറാം പഞ്ചവത്സര പദ്ധതി 80-85 1980-85 കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്ന ഉദ്ദേശമായിരുന്നു ആറാമത്തെ 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നത്. ദെൻ 85-90 ഏഴാമത്തെ 5 ഇയർ പ്ലാൻ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി ആയിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. എട്ടാം പഞ്ചവത്സര പദ്ധതി 92-97 കാലഘട്ടത്തിലെ മാനവശേഷി വികസനമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. 9-97-2002 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്, വികേന്ദ്രീകൃത ആസൂത്രണം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നൊക്കെ. ദെൻ 10ാമത്തെ 5 ഇയർ പ്ലാൻ 2002-2007 കാലഘട്ടത്തിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരള മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ 10ാമത്തെ 5 ഇയർ പ്ലാൻ ആയിരുന്നു. 11 2007-2012 കാലഘട്ടം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു. അപ്പം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം അഥവാ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ് 11ാമത്തെ 5 ഇയർ പ്ലാനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 12 സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 2012 12ാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്ന് ഓർത്തിരിക്കുക. 2012 മുതൽ 2017 വരെ. നമ്മൾ പറഞ്ഞു എന്താണ് വികേന്ദ്രീകൃത ആസൂത്രണം കൊണ്ട് അർത്ഥമാക്കുന്നത്. വികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കേന്ദ്രീകരണം ഇല്ലാതെ ആക്കുക എന്നാണെന്ന് ജനറൽ ആയിട്ട് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. 1992 പാർലമെന്റ് പാസാക്കുകയും 1993 നിലവിൽ വരികയും ചെയ്ത 73, 74 ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ പഞ്ചായത്തി രാജ്
നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിനിടയാക്കി. അതായത് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജിനും 74 നഗരപാലികയും വരുന്നതിന് കാരണമായി. പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 തലങ്ങളായിട്ട് മാറി. അപ്പൊ പഞ്ചായത്തിനെ നമ്മൾ 3 ത്രിതല സംവിധാനമായിട്ട് തിരിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ ഈ മാറ്റം വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിക്കലായിരുന്നു. ഈ ഒരു പഞ്ചായത്ത് രാജിന്റെയും നഗരപാലികയുടെ ഒക്കെ ഒരു ആരംഭമാണ് ശരിക്കും വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ തുടക്കം കുറിക്കൽ നമുക്ക് പറയാം. അതായത് ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്ന കേന്ദ്രീകൃത ആസൂത്രണ രീതിയായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുവരെ കേന്ദ്രത്തിനായിരുന്നു പ്രാധാന്യം. മുഴുവൻ കാര്യങ്ങളും കേന്ദ്രത്തിൽ നിന്ന് തീരുമാനിച്ച് ഇന്ത്യ മൊത്തത്തിൽ നടപ്പിലാക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കാൻ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും സാധിച്ചു. അപ്പം പ്രാദേശിക തലത്തിൽ ഒരു വിഭവ വിനിയോഗവും അല്ലെങ്കിൽ ഒരു ആസൂത്രണമൊക്കെ നടത്താൻ വേണ്ടി ഇതിലൂടെ സാധ്യമായി. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഗ്രാമസഭകൾക്ക് മുഖ്യമായ പങ്കുകളുണ്ട്. നമ്മൾ ഗ്രാമസഭകളെ കുറിച്ചൊക്കെ മുമ്പുണ്ടായ ക്ലാസ്സിൽ പഞ്ചായത്ത് രാജ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ്. അപ്പൊ നോക്കാം ഈ ഒരു ത്രിതല സംവിധാനത്തിൽ ഓരോ തലങ്ങളിലുള്ളതിന് പ്രാധാന്യം എന്താണ്. അപ്പം ഏറ്റവും താഴത്തെ തലത്തിൽ ഗ്രാമപഞ്ചായത്താണ്. പ്രാദേശിക വികസനത്തിനുള്ള ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് മുഖേനയാണ്. അതുപോലെ തന്നെ ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി കൂടി ഗ്രാമപഞ്ചായത്തുകൾക്കുണ്ട്. അതിന് മുകളിലായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണന ക്രമത്തിൽ ജില്ലാതലത്തിലേക്ക് സമർപ്പിക്കുന്നു. അപ്പം ഇവിടുന്ന് കൊണ്ടുവരുന്ന പദ്ധതികളെല്ലാം ഇവരൊന്നുകൂടി അനലൈസ് ചെയ്ത് അതിൽ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ ഒരു ക്രമം അനുസരിച്ച് ജില്ലയിലേക്ക് സമർപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡ്യൂട്ടിയാണ്. ജില്ലാ പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു. ഇവിടുന്ന് കിട്ടിയ പദ്ധതികൾ ഇവിടുന്ന് ഓൾറെഡി അംഗീകരിച്ചതാണെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിനെ ഇവ കൈമാറുന്നു. അപ്പൊ ജില്ലയിൽ വെരിഫൈഡ് ആയ കാര്യങ്ങൾ പിന്നീട് അവർ സംസ്ഥാന ആസൂത്രണ ബോർഡിന് കൈമാറുകയാണ്. പുതിയ ചുവടുവയ്പ്പുകൾ. കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗ്. അപ്പൊ ഫുൾ ഫോം എന്താണ് നീതി ആയോഗിന്റെ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. ഇതിന്റെ ഘടന ഇപ്രകാരമാണ്. അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. സമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട്. അപ്പൊ ആരൊക്കെയുണ്ട്? ഒന്ന്, എല്ലാ മുഖ്യമന്ത്രിമാരും ഇതിൽ അംഗമായിരിക്കും. അതുപോലെ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ കാര്യമാണെങ്കിൽ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർമാർ അംഗമായിരിക്കും. അത് കൂടാതെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും ഉണ്ടായിരിക്കും, സ്ഥിരം അംഗങ്ങളും ഉണ്ടായിരിക്കും. 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? 2 പേര് പാർട്ട് ടൈം അംഗങ്ങളായിരിക്കും. അതുപോലെ 4 പേര്, 2 പേരായിരിക്കും പാർട്ട് ടൈം, 4 പേര് അൺഒഫീഷ്യൽ അഥവാ അനൗദ്യോഗിക അംഗങ്ങളായിരിക്കും. ഇത് കൂടാതെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒയും ഇതിലുണ്ടായിരിക്കും. പ്രധാനപ്പെട്ട സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക. അപ്പൊ ഇതിലെ താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത് എങ്ങനെയുള്ളവരായിരിക്കും? പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെയുള്ള അംഗങ്ങളായിരിക്കും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ. നമ്മൾ പറഞ്ഞു 4 അൺഒഫീഷ്യൽ അല്ലെങ്കിൽ അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇവരാരായിരിക്കും? 4 കേന്ദ്രമന്ത്രിമാരായിരിക്കും ഈ പറഞ്ഞ അനൗദ്യോഗിക അംഗങ്ങളായിട്ട് ഉണ്ടാവുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നവർ തന്നെ ആയിരിക്കും? പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. നീതി ആയോഗിന്റെ ഘടന നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. നോട്ട് ചെയ്യുക, സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ള നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. കൂടുതൽ നമുക്ക് മധ്യവർഗത്തെ പ്രയോജനപ്പെടുത്തി നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരുടെയും കൂടെ സേവനം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായകമാക്കുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്.
ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. നഗരങ്ങളുടെ മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ നഗരങ്ങളെ സുരക്ഷിതമായിട്ടുള്ള ഒരു ആവാസ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതും നീതി ആയോഗ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇപ്പൊ രാജ്യത്തിന്റെ വിപണിയെ ശക്തമാക്കുക അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക ശക്തിയായിട്ട് രാജ്യത്തെ മാറ്റുക എന്നുള്ളത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ എക്കണോമിക്സ് ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട മിക്ക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മൾ 8, 9, 10 ക്ലാസ്സുകളിലെ ഓരോ ചാപ്റ്ററും ഓരോ സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലാണ് കവർ ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓരോ ചാപ്റ്ററിൽ നിന്നും ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിച്ച് മറ്റ് പല സോഴ്സുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ്ലി എടുത്ത് പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.